അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ കോസ് എന്താണ്? ജീവനുണ്ടായി, ജീവൻ എവിടെ നിന്നുണ്ടായി, അതിന്റെ കാരണം എന്താണ്? ഇത് അന്വേഷിക്കണം. അതാണ് ഖുർആൻ പറയുന്നത്. ഇത് അന്വേഷിക്കണം. അത് അല്ലാഹുവാണ്. റബ്ബ് അവകാശപ്പെട്ടു. അല്ലാഹു തആല അവകാശപ്പെട്ടതാണ്. നിങ്ങളെ പടച്ചതും നിങ്ങളുടെ വിരൽത്തുമ്പുകൾ പോലും ശരിയാക്കി വെച്ചതും ഞാനാണ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഞാനാണ്. അതല്ല ഞങ്ങളാണെന്ന് പറയാൻ ആരിവിടെ ഉണ്ട്? അങ്ങനെ ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് അത്ഭുതം. ഇവർ അവസാനം എന്താ പറയുന്നറിയോ? സംഗതി പഠിച്ചോനെന്ന് പറയാൻ പറ്റില്ല, നമുക്കറിയില്ല. ഓക്കെ, നല്ല മറുപടിയാണ്. അവന് പറഞ്ഞുതരാം. 3 സാധ്യതയേ ഉള്ളൂ. ഒന്നുകിൽ നീ ആയിരിക്കണം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പാടെ കൂടി എന്ന് ശാസ്ത്രം എന്ന് വിളിച്ചോ. ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു എൻറ്റിറ്റി ആയിരിക്കണം ഇതുണ്ടാക്കിയത്. നീയാണോ? അല്ല, നീ വരുമ്പോ ഇവിടെ ഭൂമി ഉണ്ട്, നീ പ്രസവിക്കപ്പെടുന്ന ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, ഡോക്ടർമാരവിടെ ഉണ്ട്, നിങ്ങൾ വരുമ്പോ ഇവിടെ പ്രപഞ്ചമുണ്ട്, സൂര്യനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളല്ല പഠിച്ചത്, നീയല്ല. പിന്നെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരാണ്. അവർ വരുമ്പോൾ പ്രപഞ്ചമല്ലേ. ഭൂമിക്ക് എത്ര ആയിരം കോടി കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. അപ്പൊ അവരും ശാസ്ത്രവും ഒന്നും അല്ലത് പഠിച്ചത്. പിന്നെ നമുക്കറിയില്ല വേറൊരു ആളെയാണ് അല്ലാഹു അൽ ഖാലിഖ്, ദ ക്രിയേറ്റർ. മുസ്ലിമീങ്ങൾ ആ ക്രിയേറ്ററെ വിളിക്കുന്ന പേരാണ് അല്ലാഹ്. ഇത്രയേ ഇവിടെ വിഷയമുള്ളൂ. ഇതിനപ്പി വെച്ചപ്പാടും ബോംബൊക്കെ നടക്കുന്നത്. ഇത്രയും മുസ്ലിം വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ ലോജിക്കാണ്. മനുഷ്യന് ഈ ലോജിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കടകരമാണ്.